ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരി ആടെ ആടെ ആടാ, ഇതാണിപ്പോൾ അവളുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കേ അങ്ങനെ ഞാൻ അവളെ പറ്റിച്ച് പുറത്താക്കിയതാണ്. എൻ്റെ കണ്ട ഡുണ്ടുമോൻ കണ്ടില്ലേ, നല്ല ചുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നേരം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ ഡുണ്ടുമോൻ. നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട്. ഇവൾക്ക് ഫുഡ് എല്ലാവരുടെയും ഫുഡ് മേടിക്കലാണ് പണി. അങ്ങനെ മഞ്ഞ് ഒഴിയുണ്ട്, സുന്ദരി അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഡുണ്ടുക്കുട്ടൻ കുറേ നാളായി ഇങ്ങനെ ഇരുന്നിട്ട് ഇടയ്ക്ക് വരും ഇവരെ പേടിപ്പിക്കാൻ, സുന്ദരിയെ പേടിപ്പിക്കാനായിട്ട് വരും. എന്നിട്ട് അങ്ങനെ ഇരിക്കും. രാത്രിയിലെ വിശേഷങ്ങളാണ്. നല്ലൊരു മഴ തോർന്ന് നിൽക്കുകയാണ്. നല്ല തണുപ്പൊക്കെ കയറി തുടങ്ങി. ഇപ്പോൾ മഴ ചാറി പെയ്യുന്നത് കൊണ്ട് നല്ല തണുപ്പാണ്. നല്ല രസമാണ് കേട്ടോ. എന്നാലും നല്ല തണുപ്പായ ഒരു അന്തരീക്ഷം വരുമ്പോഴേ മഴ പെയ്തിട്ട് ഡുണ്ടുകുട്ടൻ ഇരിക്കണ ഇരിപ്പ് വേണ്ട. മഴ പെയ്യാന്ന് പറയുമ്പോൾ തന്നെ നല്ല സുഖമാണല്ലോ. പക്ഷെ നല്ലൊരു മഴയൊന്നും അങ്ങനെ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെയ്യുന്നുണ്ടായിരിക്കും. അധികം മഴയില്ല, പക്ഷെ തണുപ്പുണ്ട്. ചാറ്റൽ മഴ പെയ്യുന്നത് കൊണ്ട് നല്ലൊരു മഴ പെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ മഴകൾ, ഇങ്ങനെ ചെറിയ ചെറിയ മഴയായതുകൊണ്ട് തണുപ്പ് കയറുന്നുണ്ട്. അങ്ങനെ ഡുണ്ടുകുട്ടനെയൊക്കെ കൂട്ടി ഇരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾ ഉറങ്ങി ലൈറ്റൊക്കെ കെടുത്തൊന്ന് വരെ വാതിലിൻ്റെ അവിടെ ഉണ്ടാവും. അവർക്ക് ഫുഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ചുന്ദരി 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 ഡോ ഡോ നോക്കടോ, ഇനി നോക്ക്. ഞാനിരുന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് പേടിയാ. അല്ല, ഞാൻ ഇങ്ങനെ രാത്രിയിൽ എനിക്ക് ഇവിടെ ഇരിക്കാനേ. എന്താടാ എന്താ ഇരുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്തപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്പല ദർശനം മുടക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് 7 ദിവസം എന്തായാലും നിർബന്ധമായിട്ട് അമ്പലത്തിലേക്ക് പോകണം. ഓരോ അമ്പലത്തിലേക്കായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇന്ന് ഉള്ളുക്കാവിലെ സപ്തമാതൃ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. 7 ഭഗവതിമാരുടെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പം സപ്തമാതൃക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അമ്പലത്തിലേക്ക് ഒരുപാട് തവണ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ അയ്യപ്പൻ, നാഗദൈവങ്ങൾ എല്ലാം ഉണ്ട്. ഉള്ളിൽ ഗണപതിയും ശിവനും ഉണ്ട്. ഉപദേവതമാരായിട്ട് ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. അതായത് 7 സപ്തമാതൃക്കൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് രാവിലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടുള്ള ഒരു ഞങ്ങൾ പോയി മിക്ക ക്ഷേത്രങ്ങളിലും പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്, പലതരം പണികൾ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ചെല്ലുമ്പോൾ പണികൾ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ പണ്ടത്തെ ഒരു ഭംഗി കാണാനില്ല എന്ന് വെച്ചാൽ പണികൾ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ അടിപൊളിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മന്ദാരം പൂവ് ഇങ്ങനെ കൊഴിഞ്ഞു വീണിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. മന്ദാരമല്ല, സോറി, നന്ദ്യാർവട്ടം. മന്ദാരം, എന്തു വർത്താനല്ല ഞാൻ പറഞ്ഞത്. ശരി, മന്ദാരമല്ല, നന്ദ്യാർവട്ടമാണ്. അങ്ങനെ ഏട്ടൻ്റെ കൂടെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അമ്പലത്തിൽ ഇറങ്ങി അത് തൊഴുത് ആദ്യം വീട്ടിലത് നാമജപം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, നമ്മൾ ദേവി പൂജ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. രണ്ടുപേരും രാവിലെ പൂജകൾ കഴിഞ്ഞിട്ട് വീട്ടിലെ പൂജകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയിട്ട് അതേ ചൂടോട് കൂടി അങ്ങ് പോയി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമായല്ലോ. പിന്നെ വീട്ടിലത്തെ പണികൾ അങ്ങ് തുടങ്ങാം. അപ്പോൾ പിന്നെ വീട്ടിൽ വെക്കൽ വിളമ്പിലൊക്കെ ആയിട്ട് കുറച്ചധികം സമയം അങ്ങനെ ആയി പോകുമല്ലോ. അപ്പോൾ നമുക്കത് രസമാണ്. അപ്പോൾ നന്ദ്യാർവട്ടം കുറേ ഉണ്ട്. നന്ദ്യാർവട്ടം ഇങ്ങനെ നിൽക്കുകയാണ്, കാട്ട് പിടിച്ച് നിൽക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് നല്ല പാലകൾ, വലിയ വലിയ പാലമരങ്ങളുണ്ട്. പിന്നെ വലിയ ആലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അമ്പലത്തിൻ്റെ, ഈ ക്ഷേത്രത്തിൻ്റെ വലിയ പ്രത്യേകതകളാണ് കേട്ടോ. ഇത്രയും വലിയ ആല്, പിന്നെ എന്താ പറയുക, ഇത്
പാല, അങ്ങനെ ഏഴിലം പാല അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തത്. പിന്നെ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ നേരത്താണ് ഞങ്ങൾ പോയി തൊഴുതിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഗണപതി ഹോമവും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അപ്പോൾ ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും ഞാനും കൂടി ഒരു ഫോട്ടോ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക പറയുകയാണ്, ഒരു ഫോട്ടോ എടുക്കണം, നല്ല ഒരു ഭംഗിയാണ്, ഒരു സന്തോഷമാണല്ലോ. നമുക്ക് ഇതൊക്കെയാണ് സന്തോഷം ജീവിതത്തിൽ. ഈ കുഞ്ഞു കുഞ്ഞു ഭാഗ്യങ്ങൾ ഒരു വലിയ ഭാഗ്യങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ള സമയമൊക്കെ ഇങ്ങനെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നിന്ന് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഫോട്ടോ എടുക്കലാണ് എൻ്റെ ഒരു പരിപാടി. ഇനി വീട്ടിലേക്ക് പോയി ഇനി പാചകപുരി. അപ്പോഴേ ബീറ്റ്റൂട്ട് ഉപ്പേരി അല്ല ഉപ്പേരിയാണ് വെക്കുന്നത്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു നല്ല അടിപൊളി തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പം ബീറ്റ്റൂട്ട് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഈ കുറച്ചുകൂടി വലിയാനുണ്ട്. ആ വലിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇടാനായിട്ട്. അപ്പം അങ്ങനെ ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡിയായി. ഉപ്പും കുറച്ച് കുത്തിപ്പൊടി അതും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ഉപ്പേരി അങ്ങ് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബീറ്റ്റൂട്ട് ഉപ്പേരി. ഇത്രയേ ഉള്ളൂ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കടുക് പൊട്ടിക്കുക, എപ്പോഴും കടുകൊന്നും പൊട്ടിക്കണ്ട. ഇപ്പോഴാണ് എനിക്ക് ആ സംഭവങ്ങളൊക്കെ പിടുത്തേണ്ടത് കേട്ടോ. ഞാൻ എല്ലാ കറിയിലും ഇങ്ങനെ എപ്പോഴും കടുക് പൊട്ടിക്കുക, അത് ചെയ്തിരിക്കും. കടുക് പൊട്ടിക്കുന്ന കറികൾ ഒരു എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ഉപ്പേരിയിലൊന്നും എപ്പോഴും ഉള്ളി കാച്ചണമെന്നോ ഒന്നുമില്ല. അപ്പോൾ വെള്ളം വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് ഉപ്പും കുത്തിപ്പൊടിയും ചേർത്താൽ മതി. അടിപൊളി ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡിയായി. അതെ, നമ്മുടെ സാധാരണ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഉള്ളിലൊന്ന് വഴറ്റി എടുത്തു കേട്ടാ. ഇത് ഇനി പുളിവെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു നമ്മുടെ തീയലിക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുന്നു. തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട്. ഇനി വെള്ളം എനിക്ക് ആവശ്യമാണ്, നമുക്ക് ചേർക്കേണ്ടി വരും. എടുത്തതാണ്, ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വഴറ്റി വെച്ച വെണ്ടക്കായ, ഇത്തിരി വെണ്ടക്കായ ഒന്ന് നോക്കാം. ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്യുക. പിന്നെ കുറച്ച് ചുണ്ടെങ്കിൽ കൂടി ചേർക്കണേ, കുറച്ച് ചുണ്ടെങ്കിൽ. ഞാൻ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ. ഇത് നമ്മുടെ കൊത്തമരിയും പിന്നെ കായും നേന്ത്രക്കായും കൂടിയിട്ട് ഒരു തോരൻ വെച്ചു. ഗ്രീൻ പീസ് കൊണ്ട് ഒരു ഉപ്പേരി വെച്ചു, നല്ല ടേസ്റ്റ്, ഒരു കുഴമ്പൻ രൂപത്തിലൊരു ഉപ്പേരി വെച്ചു. ഇത് ഒരു മെഴുക്ക് വരട്ടിയായിട്ട് ഒരു ഉപ്പേരി പരുവത്തിൽ കുത്തിപ്പൊടി ചേർത്തിട്ടുള്ള ഒരു ബീട്രൂട്ട് ഉപ്പേരി. ഇതാണ് നമ്മൾ മെയിൻ. ചുണ്ടങ്ങിയും അതേപോലെ വെണ്ടയ്ക്കും ഒക്കെ ചേർന്നിട്ടുള്ള ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു തീയലുണ്ടാക്കിയിട്ടാ. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ സ്വാദ് നോക്കി. ഇനിയിപ്പോൾ ചേട്ടൻ്റെ പാത്രങ്ങളിലേക്ക് ആക്കണം, വിഭവങ്ങളൊക്കെ ആക്കണം. അങ്ങനെ കർക്കിടകത്തിൻ്റെ ശരി പറഞ്ഞാൽ ഇന്ന് 6ാമത്തെ ദിവസം അല്ലേ? 6 ദിവസമായി. 6 ആയിട്ടില്ല. യെസ് 6 ഇല്ലേ, 6 ആയിട്ടില്ല, 5ാമത്തെ ദിവസം. അങ്ങനെ 5ാമത്തെ ദിവസം തെറ്റാണ് ഓരോന്നും. അപ്പം എല്ലാവർക്കും അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.